ബാരിക്കേഡ് മറികടക്കാനാണ് പ്രതിഷേധക്കാരുടെ ശ്രമം. പ്രതിഷേധക്കാർക്ക് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. മൂന്നാം തവണയാണ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പോലീസിന് നേരെ കല്ലും വടിവാളും എറിഞ്ഞൊരു സാഹചര്യമുണ്ടായി. +1 സീറ്റ് പ്രതിസന്ധിയിലെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ചേട്ടാ ഫ്രണ്ടിൽ നിന്ന് മാറി കേട്ടോ. +1 സീറ്റ് പ്രതിസന്ധിയിൽ നിയമസഭയ്ക്ക് മുന്നിലെ നിയമസഭാ മാർച്ചിൽ യൂത്ത് ലീഗിന്റെ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗവും തുടരുകയാണ്. മുദ്രാവാക്യം വിളികളും പോലീസിനെതിരെയും സർക്കാരിനെതിരെയുമുള്ള മുദ്രാവാക്യം വിളികളും ഉയരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രിയുണ്ട്. സൂര്യ, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? തുളസി, 3 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് 3 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലും അതുപോലെ തന്നെ വടികളും എടുത്ത് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ജലപീരങ്കി വീണ്ടും പോലീസ് തുടരെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ബാരിക്കേഡിന് മുന്നിൽ വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങളും ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ സംസാരിച്ചത് 2 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായിട്ടൊരു ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം
ശാശ്വതമായ ഒരു പരിഹാരം മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളണമെന്നതാണ്. അത്തരത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം മന്ത്രി അല്ലെങ്കിൽ സർക്കാർ കൈക്കൊണ്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് യൂത്ത് ലീഗും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ SFI ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യക്ഷ സമരവുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിലേക്ക് തീർക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധം ചർച്ചാവസ്ഥയിലേക്ക് കടക്കുകയാണ്. കൂടുതൽ പേർ ഈ ബാരിക്കേഡിന്റെ മുന്നിലേക്ക് എത്തുന്നു. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് ബാരിക്കേഡ് മറച്ചിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെയാണ് യൂത്ത് ലീഗ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നിയമസഭയിലേക്കുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തുളസി, പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ ഒരു സാധ്യത കാണുന്നില്ല. വീണ്ടും ഒരു സംഘർഷ സാധ്യത തന്നെയാണ്. കല്ലും വടിയും പോലുള്ള സാധനങ്ങളൊക്കെ പോലീസിന് നേരെ എറിയുന്നൊരു കാര്യവും കാണുന്നുണ്ട്. 3 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് പ്രതിഷേധക്കാർക്കു നേരെ പോലീസ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്.